അങ്ങനെ നമ്മള് ഡാർജിലിംഗിന്റെ ലാസ്റ്റ് ദിവസം ആയ ഇന്ന് നമ്മളിവിടെ നേപ്പാളിന്റെ ബോർഡറിലാണ് എത്തി നിൽക്കുന്നത്. ബോർഡറിലെത്തി. അതേപോലെ തന്നെ ഈ കാണുന്ന ഈ വണ്ടികൾ കളഞ്ഞിട്ടുള്ള ആ റോഡ് നേപ്പാൾ തുടങ്ങും. ഇത് ഇന്ത്യ നേപ്പാൾ ബോർഡറാണ്. വ്യൂ പോയിന്റ് കാണാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ലാസ്റ്റ് ഡേ. അപ്പൊ നേപ്പാളാണ് അത്. ഇത് ഇന്ത്യ നേപ്പാൾ ബോർഡർ. ഇതാണ് സീനറി വ്യൂ പോയിന്റ്. നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് ഒന്ന് നമ്മുടെ ഫേസ് കൂടെ കാണാൻ വേണ്ടി അങ്ങനെ റൗണ്ട് ആയിട്ട് തിരിയുന്നത്. അത് കഴിഞ്ഞ് ശരിക്കുള്ള വ്യൂ പോയിന്റ് ഞങ്ങള് കാണിക്കുന്നതായിരിക്കും. ഓക്കേ ഓക്കേ, ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞു. ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ് കണ്ടോ? കംപ്ലീറ്റ് ഡാർജിലിംഗ് കാണാം, നേപ്പാൾ കാണാം, രണ്ടും കാണാം. നമുക്ക് ഭാരതവും നേപ്പാൾ ഒരുമിച്ച് കാണാം. അതിന്റെ വ്യൂ പോയിന്റ് ആണ് ഇത്. ഹയസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. താഴെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതൊക്കെ എന്ത് രസമുണ്ടല്ലേ. അവിടെ അത്രയും മഞ്ഞ്. അങ്ങനെ നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാനായിട്ട് ഇവിടെ വണ്ടി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ പിടിക്കുന്നത്. നമ്മളിപ്പോ ഈ കാണുന്ന സൈഡ് നേപ്പാളിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പുറത്ത് ഇന്ത്യയും. ഓക്കെ, നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമുക്കൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നത്. ഡീപ്പായിട്ട് ഉള്ള സ്ഥലങ്ങളും പൈൻ മരങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ ഈ വ്യൂ പോയിന്റിനെ പറ്റി രണ്ട് വാക്ക് ഗണേഷ് സാർ പറഞ്ഞു. വ്യൂ പോയിന്റ് ആണ് നേപ്പാൾ ഇന്ത്യ ബോർഡറിന്റെ വ്യൂ പോയിന്റ് ആണിത്. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ ഭാഗം കണ്ട നേപ്പാളിന്റെ ഇത് കാണാം. കുറച്ച് ദൂരം കഴിഞ്ഞാൽ പശുപതിനാഥ് ടെമ്പിൾ നമ്മൾ നേപ്പാൾ സന്ദർശിച്ചിരുന്നല്ലോ, കാഠ്മണ്ഡുവിൽ. അതും വ്യൂ പോയിന്റ് നമുക്ക് കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, കാണേണ്ട സ്ഥലം തന്നെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഗണേഷ് സാർ പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടല്ലോ. നല്ലൊരു സ്ഥലത്താണ് നമ്മളിപ്പോ ഈ വീഡിയോ പിടിക്കുന്നത്. നേപ്പാളിന്റെ സ്റ്റാർട്ടിങ്ങും ഇന്ത്യയുടെ എൻഡുമായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും.